അതുകൊണ്ട് വെഡിങ് റെഫറൻസ് നോക്കരുത്. പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ കുടയെടുക്കാൻ മറക്കുന്നത് പോലെയാണ് പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ബഡ്ജറ്റ് നോക്കാതെ കുറച്ച് ഫോട്ടോസ് കണ്ട് നമ്മൾ ഡ്രീം കാണുന്നത്. ഒടുവിൽ കൊട്ടേഷൻ കണ്ടപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. വെഡിങ് പ്ലാനിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സിറ്റുവേഷൻ ഇതാണ്. പിൻട്രസ്റ്റിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഫോട്ടോസ് കാണിച്ചിട്ട് ചേട്ടാ ഇതുപോലെ വേണം, പക്ഷെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇത്രയും ആകുമോ എന്നുള്ള ചോദ്യം ചോദിക്കും. സത്യത്തിൽ പ്രശ്നം കൊട്ടേഷന്റേതല്ല, നിങ്ങൾ കാണിക്കുന്ന റെഫറൻസ് ഫോട്ടോയിലാണ്. കാരണം പിൻട്രസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കും, പക്ഷെ അതിന് പിറകിലെ ബജറ്റ് കാണിക്കില്ല. ആ സ്റ്റേജ് എവിടെയായിരുന്നു, എത്ര ഫ്ലവേഴ്സ് ഉപയോഗിച്ചു, എന്തുതരം ഫ്ലവേഴ്സ് ആണ് ഉപയോഗിച്ചത്, എത്ര മാൻ പവർ ഉണ്ടായിരുന്നു, ആ വെന്യൂ സൈസ് എത്രയായിരുന്നു, ഒന്നും തന്നെ ഫോട്ടോയിൽ കാണില്ല. നമ്മൾ കാണുന്നത് റിസൾട്ട് ആണ്, പക്ഷേ കൊട്ടേഷൻ വരുന്നത് പ്രോസസ്സിനാണ്. ഉദാഹരണത്തിന് ഒരു ലക്ഷറി വെഡിംഗ് റിസോർട്ടിന്റെ ഫോട്ടോ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വെഡിംഗിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രൈസ് സർപ്രൈസ് വരും. കാരണം നിങ്ങൾ കാണിക്കുന്ന ഫോട്ടോ കോപ്പി ചെയ്യാൻ പറ്റും, പക്ഷേ ബജറ്റ് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെഡിംഗ് റെഫറൻസസ് ഉപയോഗിക്കരുത് എന്നല്ല, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, റെഫറൻസ് ഫോട്ടോ ഇൻസ്പിറേഷൻ ആണ്, പ്രൈസിംഗ് അല്ല. അതറിയുമ്പോൾ വെഡിംഗ് പ്ലാനിംഗ് കൂടുതൽ റിയലിസ്റ്റിക് ആവും, ബജറ്റ് ഡിസ്കഷൻസ് കൂടുതൽ ഈസി ആവുകയും ചെയ്യും. വെഡിംഗ് ബജറ്റ് തകരുന്നത് വലിയ എക്സ്പെൻസസ് കൊണ്ടല്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ കാണാം.